50 മാർക്കിന്റെ ഒരു പരീക്ഷ എഴുതിയ 40 ആളുകളെ അവർക്ക് കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇവരുടെ മാർക്കുകളുടെ മാധ്യം എത്ര? 0-നും 10-നും ഇടയിൽ മാർക്ക് കിട്ടിയ 4 പേർ, 10-നും 20-നും ഇടയിൽ മാർക്ക് കിട്ടിയ 6 പേർ, 20-നും 30-നും ഇടയിൽ മാർക്ക് കിട്ടിയ 16 പേർ, 30-നും 40-നും ഇടയിൽ മാർക്ക് കിട്ടിയ 8 പേർ, 40-നും 50-നും ഇടയിൽ മാർക്ക് കിട്ടിയ 6 പേർ. ഇവരുടെ മാർക്കുകളുടെ മാധ്യമാണ് കാണേണ്ടത്. മാധ്യം കാണാൻ മാർക്കുകളുടെ തുകയെ മാർക്കുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. മാർക്കുകളുടെ തുക കാണാൻ ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് അറിയണം. പട്ടികയിലെ ആദ്യത്തെ വരിയിൽ നിന്ന് 4 പേർക്ക് കിട്ടിയ മാർക്ക് 0-നും 10-നും ഇടയിലാണ് എന്ന് മാത്രമേ അറിയാൻ കഴിയൂ. ഇതുപോലെ തന്നെ പട്ടികയിലെ മറ്റു വരികളിലും ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് എത്രയാണെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ അറിയാത്ത വിവരങ്ങളെക്കുറിച്ച് ചില സങ്കല്പങ്ങൾ വേണ്ടിവരും. പട്ടിക ഒന്നുകൂടി പരിശോധിക്കാം. പട്ടികയിലെ ആദ്യ വരിയിൽ പറഞ്ഞിട്ടുള്ള 4 പേരുടെ മാർക്ക് കൃത്യമായി അറിയില്ലെങ്കിലും അവ 0-നും 10-നും ഇടയിലാണെന്നറിയാമല്ലോ. അതിനാൽ ഈ 4 പേരുടെ മാർക്കുകളുടെ മാധ്യവും 0-നും 10-നും ഇടയിലാണ്. മാത്രവുമല്ല, സാധാരണഗതിയിൽ ഈ മാധ്യം 0-ന്റെയും 10-ന്റെയും ഏതാണ്ട് നടുക്കായിരിക്കുകയും ചെയ്യും. അതിനാൽ ഓരോ വിഭാഗത്തിലുമുള്ളവരുടെ മാർക്കിന്റെ മാധ്യം ആ വിഭാഗത്തിന്റെ കൃത്യം നടുക്കു വരുന്ന സംഖ്യ എന്ന സങ്കല്പം അനുസരിച്ചാണ് ഇത്തരം പട്ടികകളിൽ നിന്ന് ആകെ തുക കണക്കാക്കുന്നത്. ഓരോ വിഭാഗത്തിന്റെയും മാധ്യം അഥവാ ആ വിഭാഗത്തിന്റെ കൃത്യം നടുക്കു വരുന്ന സംഖ്യയെ വിഭാഗമാദ്യം എന്നാണ് പറയുന്നത്. അതായത് ഓരോന്നിന്റെയും വിഭാഗമാദ്യം അതിന്റെ കൃത്യം നടുക്കു വരുന്ന സംഖ്യയാണ്. ഉദാഹരണമായി ആദ്യ വരിയിൽ പറഞ്ഞിരിക്കുന്ന 4 പേരുടെ മാർക്കിന്റെ മാധ്യം 0-നും 10-നും കൃത്യം നടുക്കു വരുന്ന 5 എന്ന് കരുതിയാൽ അവരുടെ ആകെ മാർക്ക് 5 × 4 അഥവാ 20 ആണെന്ന് കണക്കാക്കാം. ഇതുപോലെ 10-നും 20-നും ഇടയിൽ മാർക്കുള്ള 6 പേരുടെ വിഭാഗമാദ്യം 15 എന്ന് കണക്കാക്കിയാൽ അവരുടെ ആകെ മാർക്ക് 90 എന്ന് കണക്കാക്കാം. 20-നും 30-നും ഇടയിൽ മാർക്കുള്ള 16 പേരുടെ വിഭാഗമാദ്യം 25 ആയി കണക്കാക്കിയാൽ അവരുടെ ആകെ മാർക്ക് 400 ആണ്. 30-നും 40-നും ഇടയിൽ മാർക്കുള്ള 8 പേരുടെ വിഭാഗമാദ്യം 35 ആയി കണക്കാക്കിയാൽ അവരുടെ ആകെ മാർക്ക് 280 ആണ്. അതുപോലെ 40-നും 50-നും ഇടയിൽ മാർക്കുള്ള 6 പേരുടെ വിഭാഗമാദ്യം 45 ആയി കണക്കാക്കിയാൽ അവരുടെ ആകെ മാർക്ക് 270 ആണ്. മാർക്കുകളുടെ എണ്ണം 40 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവയെല്ലാം കൂട്ടിയാൽ മാർക്കുകളുടെ തുക കിട്ടും. അത് 1060 ആണെന്ന് കാണാം. മാധ്യം കാണാൻ മാർക്കുകളുടെ തുകയെ മാർക്കുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. അതായത് മാധ്യം സമം 1060 ഹരിക്കണം 40. 1060നെ 40 കൊണ്ട് ഹരിച്ചാൽ 26.5 കിട്ടും. അതായത് മാർക്കുകളുടെ മാധ്യം 26.5 ആണ്.